വാർത്ത ശോഭാ സുരേന്ദ്രൻ കില്ലാടി. ഞാൻ അങ്ങനെ തന്നെ പറയും അവരെ. കാരണം കൃത്യമായി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ധീരയായ വനിത. അങ്ങനെ ഒരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷയായി വരണം. കാരണം ഒരു പാർട്ടിക്കും സംസ്ഥാന അധ്യക്ഷന്മാരിൽ ഒരു സ്ത്രീകളില്ല. പക്ഷേ BJPക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം BJP നന്നാവാനുണ്ട്. അണികൾ, പ്രവർത്തകർ ഊർജ്ജസ്വലരാണ്. പാർട്ടിയെ വളർത്തിയെടുക്കാൻ എന്തും ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ എന്തും ചെയ്യാൻ അവർ പ്രാപ്തരാണ്. അവർ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ ചില നേതാക്കൾ BJP എങ്ങനെ നശിക്കണം എന്നുള്ള ഗവേഷണത്തിലാണ്. അവിടേക്ക് ശോഭാ സുരേന്ദ്രൻ വരണം. എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർ ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരിക്കണം ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ കണ്ടു. നേതൃനിരയിലേക്ക് വീണ്ടും 5 വർഷത്തേക്ക് സുരേന്ദ്രൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണദാസ് പക്ഷമൊക്കെ മാറി നിന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ എങ്കിൽ പോലും അമിത്ഷായെ സ്വകാര്യമായി പോയി ശോഭാ സുരേന്ദ്രൻ കണ്ടത് വെറുതെ ആയിരിക്കില്ല. പ്രതീക്ഷിക്കാമോ? ശോഭാ സുരേന്ദ്രനെ പറ്റി ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഒരു ഫയർ ബ്രാൻഡാണ് ശോഭ എന്നുള്ളതാണ്. തീപ്പൊരിയാണ് അവർ. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു വിധേയത്വവും ഇല്ലാതെ അഴിമതിയാണെങ്കിലും കള്ളത്തരമാണെങ്കിലും നമ്മൾ പൊതുവായി ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഉന്നയിക്കുന്നത് പോലെയല്ല. കൃത്യമായി കാര്യങ്ങളല്ല. അതെ, അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയോടെ ഉള്ളു കടന്നുകൊണ്ട് അതിൻ്റെ പുറത്തെ കാര്യങ്ങളടക്കം ചേർത്തുകൊണ്ടാണ് അവർ ആ ഒരു ആരോപണം ഉന്നയിക്കുക. ഇപ്പോൾ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് ആർക്കെങ്കിലും അതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ അതും കൂടി അവർ ധൈര്യപൂർവ്വം വിളിച്ചു പറയും. ആ വീട്ടിൽ, ആ വ്യവസായിയുടെ വീട്ടിൽ, ഇന്ന പേരുള്ള വ്യവസായിയുടെ വീട്ടിൽ പിണറായി വിജയൻ്റെ ഇന്നയാൾ എന്തിനവിടെ പോയി എന്നാണ് ചോദിക്കുക. അല്ലാതെ പിണറായി വിജയനും ഒരു വ്യവസായിയാണെന്ന് പറയപ്പെടുന്ന ഒരാളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുന്ന പോലെ അല്ല. ഇത് കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം ചോദിക്കുക. അതുകൊണ്ട് തന്നെ ശോഭയ്ക്കെതിരെ നിരവധിയായിട്ടുള്ള ഈ പറയുന്ന മാനനഷ്ടത്തിന് ഒരുപാട് പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസൊക്കെ എന്തായി എന്ന് ചോദിച്ചാൽ ഷൂ എന്ന് പറഞ്ഞാൽ ചീറ്റിപ്പോയി. വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള മാനനഷ്ട കേസുകളാണ് ശോഭാ സുരേന്ദ്രൻ നേരെ വരാറ്. അതുകൊണ്ട് തന്നെ അവർ അതിലൊന്നും പേടിക്കുന്ന ഒരാളുമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും BJPക്കുണ്ട്. പക്ഷേ കേരളത്തിലെ BJP അത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് വിജയിക്കണ്ട, ഞങ്ങൾക്ക് വിജയിക്കുകയേ വേണ്ട എന്നുള്ള നിലപാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതെ, ഈ സുരേഷ് ഗോപി വിജയിച്ചത് അദ്ദേഹത്തിന് വിജയിക്കണമെന്നുള്ളത് കൊണ്ടും BJPയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറും അവിടുത്തെ പ്രവർത്തകരും ഒപ്പം നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും കൂടെ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സുരേഷ് ഗോപി വിജയിക്കില്ലായിരുന്നു. കാരണം അവർ അതിൻ്റെ ഊർജ്ജം എടുത്ത് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഒരു കാലത്തും വിജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ചില സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ഞങ്ങളിതാ ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ജനങ്ങൾ മന്ദബുദ്ധികളല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെയാണ് ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിൻ്റെ ആവശ്യമുള്ളത്. കാരണം ശോഭ വരികയാണെങ്കിൽ അണികൾക്ക് ഒരു പുതുവീര്യം കൊടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയും. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് പറയുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അടിക്കുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും തൊടുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ കൈ വീണതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ കൈ വീഴുകയുള്ളൂ എന്ന് അണ്ണാമല പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു പ്രവർത്തകർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ മുൻപന്തിയിലുണ്ടാകും ശോഭാ സുരേന്ദ്രൻ. അവരുടെ മേലേക്ക് കൈ വീണതിന് ശേഷം മാത്രമേ പ്രവർത്തകർക്ക് മേലെ കൈ വീണാൻ അവർ അനുവദിക്കാറുള്ളൂ. പലപ്പോഴും പല കേസുകളിലും പല ഈ പറയുന്ന പോരാട്ടങ്ങളിലുമൊക്കെ ശോഭാ സുരേന്ദ്രൻ മുൻപന്തിയിൽ തന്നെ ആയതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നേതാവിനെയാണ് BJPയുടെ അണികൾ കൊതിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു തെറ്റും പറയാൻ വഴിയില്ലല്ലോ. ഇവിടെ ഇപ്പം ഞാൻ പറയാം, ഈ ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ കാര്യങ്ങളുണ്ട് സമരം ചെയ്യാൻ, പ്രതിരോധിക്കാൻ, പ്രതിഷേധിക്കാൻ. BJP എന്തിലെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടോ? BJP ഒരു സമരം നടത്തിയ എത്ര കാലമായി? എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് ഇവിടെ യുവമോർച്ചയാണ് എന്തെങ്കിലുമൊക്കെ പേരിനെങ്കിലും ഒരു സമരങ്ങളൊക്കെ നടത്താൻ 2 കളക്ടറേറ്റ് മാർച്ചും ഒരു DD ഓഫീസ് മാർച്ചൊക്കെ നടത്തി. അത് ഇപ്പം അവരുമില്ല. അവരും ചത്ത കണക്ക് നിൽക്കുകയാണ്. ഇത് ആരാണ് കേരളം ഭരിക്കുന്നത്? BJP ആണോ? ഞാൻ ചില സമയത്ത് വിചാരിക്കും, ചില ആരോപണമൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ BJP ആണോ ഭരിക്കുന്നത്? കാരണം BJPക്കാർക്ക് ഒരു സുരേന്ദ്രൻ ഇടയ്ക്ക് വന്നിട്ട് ഈ പറയുന്ന പോലെ പിണറായി കള്ളനാണ്, കാട്ടുകള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പാട്ടിന് പോകും. പിന്നെ ഒരാളുണ്ടാവില്ല. സോറി, ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 എണ്ണം, നിങ്ങൾ അപ്പുറത്തിരുന്ന് എന്നെ 4 എണ്ണം പറഞ്ഞോ, എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒരുമിച്ച് കാണാം എന്ന് പറയും. ഈ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ സംശയിച്ച തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ധന്യ പറഞ്ഞത് പോലെ നമ്മൾ സംശയിച്ച എന്താ തെറ്റ് പറയാനുള്ള? അണികൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം അഴിച്ചുപണി
കേരള ഘടകത്തിൽ മൊത്തം ഒരു അഴിച്ചുപണി വേണം. മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിൽ ശക്തരായ നേതാക്കന്മാരുണ്ട്. ഒരു തരത്തിലും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത BJP വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ BJPയുടെ. അതുപോലൊരു സാത്വികനായ ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇതാണ് നിലപാട്. വളഞ്ഞിട്ട് ആക്രമിക്കുകയും പണി എടുപ്പിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ വന്ന സംസ്ഥാന പ്രസിഡന്റുമാരിൽ 6 വർഷം തികച്ച സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. ആയിരിക്കാം, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു ടീം ഉണ്ടായിരിക്കാം. പക്ഷെ റിസൾട്ട് കാണുന്നില്ലല്ലോ പാർട്ടിയിലെ. അല്ല, റിസൾട്ട് കാണുന്നില്ലല്ലോ. റിസൾട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു വിജയം ഉണ്ടായത് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. കാരണം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഒരു മുഖം വെച്ചുകൊണ്ട് ജയിച്ചു. പിന്നീടുള്ള ക്രെഡിറ്റ് ഞാൻ കൊടുക്കുക അനീഷ് കുമാറിനാണ്, സുരേന്ദ്രൻ അല്ല. ധൈര്യപൂർവ്വം എനിക്ക് പറയാൻ പറ്റും. കാരണം പിന്നെ പാലക്കാട് എന്താ 6 വർഷം ഇരുന്നിട്ട് ജയിപ്പിക്കാത്തത്? സിറ്റിംഗ് സീറ്റ് അല്ല ഞങ്ങളുടെ. സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ അവിടെ ജയിച്ച് കയറുക എന്നതാണ് തോക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു എന്താ പറയുക വിജയം എന്ന് പറയുന്നത്. അല്ലാതെ അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്, ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകില്ല എന്നാ പിന്നെ BJPക്ക് ഒരിടത്തും പോകാൻ പറ്റൂലല്ലോ. കേരളത്തിലെ ഒരു ജില്ലയിലും BJPക്ക് സിറ്റിംഗ് സീറ്റ് ഇല്ലല്ലോ. പിന്നെ എന്തിനാ അവർ മത്സരിക്കാൻ നിൽക്കുന്നത്? അതെ, അത് ഈ ഇവിടെ തൊട്ടപ്പുറത്ത് ആലത്തൂരിൽ ഈ പറഞ്ഞ ഈ രമ്യ ഹരിദാസിന്റെ മണ്ഡലത്തിൽ ഇപ്പൊ വീണ്ടും ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് വന്നല്ലോ. അവിടെ BJP വോട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇവിടെ 10,000 വോട്ടോളം വർദ്ധിപ്പിച്ചു, എന്താ നിങ്ങൾ കാണാത്തത്? മനസ്സിലാക്കണം, അവിടെയും പ്രവർത്തിച്ചത് പാലക്കാട് ജില്ലാ കമ്മിറ്റി അല്ല, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാ. അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെയും പ്രവർത്തിച്ചത്. അവിടെയും ഞാൻ ക്രെഡിറ്റ് കൊടുക്കുക ആർക്കാണ്? തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്കും BJP നേതാക്കന്മാർക്കും അനീഷ് കുമാറിനും തന്നെയാണ്. അത് മണ്ഡലം കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി മുതൽ തൃശ്ശൂരിലെ ആളുകളെ നിങ്ങൾ കണ്ടുപഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുക. കാരണം അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവർക്ക് അനുഭവ പാരമ്പര്യമുണ്ട്, അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അവർ കൃത്യമായിട്ട് അറിയാം. അത് കണ്ടുപഠിക്കാൻ ഇവിടെ പലപ്പോഴും പല നേതാക്കന്മാർ തയ്യാറാണ്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇവിടെ വരികയാണെങ്കിൽ സമൂലമായ അഴിച്ചുപണിക്ക് അവർ നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയോട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട്, നല്ല കഴിവുള്ള നേതാക്കന്മാരുണ്ട്, പുറത്താണ് നിൽക്കുന്നത്, അടുപ്പിക്കുന്നില്ല പലരെയും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ച് BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കും. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം, അതായത് ഈ പറയുന്ന ജേക്കബ് തോമസ്, TP സെൻകുമാർ, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ശ്രീലേഖ IPS, E ശ്രീധരൻ, അതുപോലെ ഇന്റലക്ച്വലായിട്ടുള്ള ആളുകളുടെ ഒരു പട തന്നെയുണ്ട് BJPക്കകത്ത്. അത്തരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് BJP എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ഒക്കെ എന്തായാലും ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഉണ്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശോഭ വന്നാൽ സംസ്ഥാനത്തെ BJPക്ക് ഒരു പുതിയ തിളക്കമുണ്ടാകും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പറഞ്ഞു ഇവിടെ രാജീവ് ചന്ദ്രശേഖരും MT രമേശിനുമാണ് സാധ്യത, ശോഭ എവിടെയുമില്ല. അത് ശോഭയോട് നിരന്തരം എന്താണ് ദേഷ്യമുള്ള ഒരു ചാനലാണ് അത് പുറത്തു വിട്ടത്. അപ്പോൾ അണികൾക്കിടയിൽ ഒരു സംശയം ഉണ്ടായി, എന്താ സംഭവിക്കുന്നത്, ഇവരാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ MT രമേശ് എന്ന് പറയുന്ന നേതാവ് നല്ല നേതാവാണ്, ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ അദ്ദേഹം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് കുതിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് PR വർക്കല്ല. കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി എന്ത് PR വർക്ക് നടന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലകളിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം കുറെ കൂടി മത്സ്യത്തൊഴിലാളി മേഖലകളിലൊക്കെ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് ആളുകളോട് കുറച്ചുകൂടി ഇടപഴകാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ്. ഈ ധന്യ നമുക്ക് അവസാനിപ്പിക്കുന്ന സമയം എങ്കിൽ പോലും MT രമേശ് വന്നാലും ശോഭാ സുരേന്ദ്രൻ വന്നാലും BJP നന്നായി മുന്നോട്ട് പോകുന്നത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇവർ രണ്ടിൽ ആര് വന്നാലും നന്നായി പോകും. പക്ഷെ സുരേന്ദ്രനെ കൊണ്ട് പ്രയോജനമില്ല. സത്യം വിളിച്ചു പറഞ്ഞാൽ ചിലർക്ക് പിടിക്കില്ല എങ്കിൽ പിടിക്കേണ്ട, പിടിക്കാത്തവരോടും കൂടി തന്നെയാണ് പറയുന്നത്. BJP കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തും ആർജവും എന്ത് നിലപാടും സ്വീകരിക്കാൻ ഒരു ഭയവും മടിയുമില്ലാത്ത അണ്ണാമലയെ പോലെ ഇരട്ട ചങ്കുള്ള ഒരു ഇരട്ട ചങ്കത്തി വരണം. അത് ശോഭാ സുരേന്ദ്രനെ കഴിയും. അവർ വന്നാൽ കേരളത്തിലെ BJP രക്ഷപ്പെടും, ഒരു സംശയവും വേണ്ട.